കലോത്സവ വേദിയിൽ നിന്ന് ശ്രീകുമാർ ചേരുകയാണ്. ശ്രീകുമാർ, കേൾക്കാമോ? ശ്രീകുമാർ, എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അവസാന ദിനം. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഞാനിപ്പോൾ നിൽക്കുന്നത് മുഖ്യവേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലെ MG നിലയിലാണ്. രാവിലെ തന്നെ കൃത്യസമയത്ത് തന്നെ മത്സരം ആരംഭിച്ചു. നാടോടി നൃത്തമാണ് ഇന്നിവിടെ നടക്കുന്നത്. മറ്റു വേദികളിൽ ശാസ്ത്രീയ സംഗീതം, അതുപോലെ തന്നെ മറ്റ് ഗോത്രവർഗ കലകൾ, അങ്ങനെയുള്ള മത്സര ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിശാഗന്ധിയിലാണ് ഏറ്റവും കൂടുതൽ ഈ ഗോത്രവർഗ കലകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മത്സരങ്ങൾ അവർ സംഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഇന്ന് 10 ഇനം മാത്രമേ ബാക്കിയുള്ളൂ. ഏതാണ്ട് 95% പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. 249 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കേണ്ടത്. അതിൽ 239 നടന്നു കഴിഞ്ഞു. ഏതാണ്ട് ഒപ്പത്തിനൊപ്പം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. തൃശ്ശൂർ ഒരു പടി മുന്നിലാണ്. പാലക്കാടും അതുപോലെ തന്നെ കണ്ണൂരും തൊട്ടുപിറകിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഈ അവസാന ദിവസത്തെ ഈ 10 എണ്ണത്തിലെ ഫലപ്രഖ്യാപനം വരുന്ന വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഓരോ മത്സരം കഴിയുമ്പോഴും ആരാണ് മുന്നിലെത്തുക എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ കപ്പ് ആരടിക്കും, കണ്ണൂരാണോ അതോ തൃശ്ശൂരാണോ പാലക്കാടാണോ എന്ന് നമുക്ക് ഒന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഒരു അവസരമാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പ് തന്നെ പരിപാടികളെല്ലാം അവസാനിപ്പിക്കണമെന്നുള്ള അതാണ് സംഘാടക സമിതി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പീലുകളുടെ എണ്ണമെല്ലാം കൂടുതൽ അവസാന ദിവസമായതുകൊണ്ട്, അല്ലെങ്കിൽ ചാമ്പ്യൻ ജില്ലയെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ദിവസമായതിനാൽ അപ്പീലുകളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അപ്പീലുകൾ കൂടി എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 3 മണിക്കുള്ളിൽ അല്ലെങ്കിൽ 3:30-ക്കുള്ളിൽ തന്നെ ഈ ഫലപ്രഖ്യാപനം എല്ലാം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഈ കലോത്സവ വേദികളിലൊക്കെ എത്തിയിരുന്നു. അവർ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചു. ഇന്ന് 4 മണിക്ക് കഴിഞ്ഞിട്ട് 5 മണിക്കാണ് സമാപന സമ്മേളനം ആരംഭിക്കുക. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ചലച്ചിത്ര താരങ്ങളായ ടൊവിനോ തോമസും ആസിഫ് അലിയും ഒക്കെ ഇതിന് മുഖ്യ അതിഥികളായി എത്തുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ വർഷത്തെ മാധ്യമ അവാർഡുകളും വിതരണം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നുള്ള വേദികളെല്ലാം സജീവമാണ്. 10 മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ 10 മത്സരങ്ങളുടെ ഫലപ്രഖ്യാപനം വരുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ഇത്തവണ കപ്പ് കണ്ണൂരാണോ, അത് തൃശ്ശൂരിനാണോ, അതോ പാലക്കാടിനാണോ? പാർവതി.